വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം മാങ്ങയൊക്കെ സീസണിലുണ്ട്, എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ പുഡിങ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. 750 ml പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഒരു 5 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 4 ഗ്രാം ചൈനാഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നൂല് പോലെയുള്ള ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതായത് 125 ml. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇതിലുള്ള പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വരണം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ചേർക്കാം. അപ്പോൾ ഒന്നും കൂടെ ക്രീമി ആയിട്ട് കിട്ടും പുഡിങ്. ഈ ഒരു സമയത്ത് തന്നെ നേരത്തെ നമ്മൾ കുതിരാൻ വെച്ച ചൈനാഗ്രാസ് ഇല്ലേ, അത് ഞാൻ വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഇത് ചൂടുള്ള പാലിൻ്റെ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് തിളപ്പിക്കാം. ഈ ഒരു സമയത്ത് ചൈനാഗ്രാസിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഈ പാലിൻ്റെ ചൂടിൽ കിടന്നിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ രണ്ടാമത് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു മിക്സ്ചർ ചൂട് ചെറുതായിട്ടൊന്ന് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരുപാടൊന്നും തണയരുത്, അപ്പം ഇതിൽ തന്നെ സെറ്റായി പോവും. ചെറുതായിട്ടൊന്ന് ചൂട് തണയട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വയ്ക്കാം. വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. UAE ടൈം രാവിലെ 10:00-ക്കാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്ന് ചെയ്ത് വയ്ക്കുക. ഈ ഒരു പുഡിങ്ങിലേക്കായിട്ട് ഞാൻ വലിയൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുന്ന സമയത്ത് പുളിയില്ലാത്ത നല്ല മധുരമുള്ള നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അൽഫോൺസിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു പുഡിങ്ങിലേക്ക് കളറൊന്നും ചേർക്കേണ്ടതായിട്ട് വരില്ല. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ പാലിൻ്റെ കൂട്ട് ചെറുതായിട്ട് ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് 1/2 കപ്പ് തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്. ഈ തിക്ക് ക്രീം ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം 1/2 കപ്പ് പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറുകിയ പാലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. തിക്ക് ക്രീം ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നേരത്തെ നമ്മളെടുത്ത് വെച്ച മാങ്ങ ഞാൻ മിക്സിയിലടിച്ച് നല്ല പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് മാങ്ങയാണ് ഉള്ളത്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, നല്ല കളറുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഫുഡ് കളറൊന്നും ഇതിൽ ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മാങ്ങക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാങ്ങക്ക് ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാംഗോ എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ നല്ല ഫ്ലേവർ തോന്നിയതുകൊണ്ട് ഞാൻ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം നുറുക്കിയ മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ കടിക്കുന്ന സമയത്ത് ഈ ഒരു മാങ്ങയുടെ പീസൊക്കെ കിട്ടുമ്പം നല്ലൊരു ഫ്ലേവറായിട്ട് വരും. ഇതൊക്കെ മിക്സ് ചെയ്യുന്നത് ചെറിയ ചൂടുള്ളപ്പം തന്നെയാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം ഞാനിതാ ഇത് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. 750 ml ട്രേ ആണ് ഇത്. ഈ ഒരു പുഡിങ് സെറ്റ് ആവാനും ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുകൾ ഭാഗമൊക്കെ ഹാർഡായിട്ട് സെറ്റായിട്ട് കിട്ടും. പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു പുഡിങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ നടുവിലായിട്ട് ഞാൻ ഒരു ചെറിയും പുതിനയിലയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാംഗോൻ്റെ പീസസും വെച്ചിട്ടുണ്ട്.
മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പുഡിങ് സെമി സെറ്റായി നിൽക്കുന്ന സമയത്ത് ഈ നട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നട്ട്സൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ നിൽക്കും. അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ പുഡിങ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.